ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നമ്മുടെ കിച്ചണാണ് കേട്ടോ. കിച്ചൺ ആകെ എന്താ പറയുക, ആകെ കൊളായിട്ട് കിടക്കുകയാണ്. ഞങ്ങളുടെ വീട് ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഞങ്ങൾ നല്ല ക്ലീനിങ്ങിലാണ് കേട്ടോ. ക്ലീനിങ് എന്ന് വെച്ചാൽ ക്ലീനിങ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മെയിൻ്റനൻസ് ഉണ്ട്. കാരണം ഇപ്പം നമ്മൾ വീട് വെച്ചിട്ട് ഏകദേശം ഒരു 8 വർഷം ആകാൻ പോകുന്നത്. ഈ മാസം വരുമ്പോഴത്തേനും 8 വർഷം ആകാണ്. അപ്പം അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ, ചില സ്ഥലത്ത് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, ചില സ്ഥലത്ത് പെയിൻറ്റ് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് പണിയിലാണ്. അതുകൊണ്ട് തന്നെ വീട് നല്ല കൊളായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ അതൊന്നും അങ്ങനെ ഒതുക്കിയൊന്നും വെച്ചിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ആൾ വിളിച്ചിട്ടുള്ള പണിയൊന്നുമല്ല കേട്ടോ, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചെറിയ ചെറിയ പണികൾ. അപ്പോൾ അതങ്ങോട്ട് തീർക്കുകയാണ്. അപ്പോൾ അതാ രാവിലെ ചായക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ എന്നൊന്നും പറയാൻ പറ്റില്ല, കിടക്കണ കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾക്ക് 2 പേർക്കുള്ള ചായ വെച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് ഇനി എന്താണ് അടുത്ത പരിപാടി എന്ന് ആലോചിക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. ഈ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ബാൽക്കണിയൊക്കെ ക്ലീൻ ചെയ്തത്. കാരണം മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് തുരുമ്പെടുത്ത് നിൽക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്ന, പെയിൻ്റൊക്കെ പോയി തുരുമ്പ് പിടിക്കുന്ന. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം അതൊക്കെ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡോസൊക്കെ മെയിൻലി വൈറ്റ് കളറിലാണ് കേട്ടോ എല്ലാം. അങ്ങനെയുള്ള കുറച്ചൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. ചായ കുടിച്ചതിന് ശേഷം ഹസ്ബൻഡ് നമ്മളുടെ ഏറ്റവും മേളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷീറ്റ് ഇട്ടിരിക്കുന്നുണ്ടല്ലോ ഏറ്റവും മേളിൽ, അവിടെ കുറച്ച് വർക്കുകളുണ്ട്, അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ ഫുഡ് അങ്ങോട്ട് രാവിലെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ. അപ്പം ഞാൻ മുട്ടപ്പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മുട്ടപ്പത്തിരി കഴിച്ചായിരുന്നല്ലോ. അപ്പോൾ ഹസ്ബൻഡ് മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ടപ്പത്തിരിയിൽ ഇതാ മിക്സി തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ കറക്കിയെടുക്കാറ്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഭയങ്കര ലൂസായി കഴിഞ്ഞാൽ നമുക്ക് അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടണം. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് ചേർത്ത് ഒരു ടീസ്പൂണും കൊണ്ടൊന്ന് ഇളക്കി നോക്കി അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ടാണ് അടുത്ത വെള്ളം ചേർക്കുന്നത്. കാരണം നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നമുക്കിത് നന്നായിട്ട് അടിഞ്ഞ് കിട്ടണമല്ലോ. ആവശ്യത്തിന് വെള്ളം ഇല്ലെങ്കിൽ അടിയിൽ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 2 മുട്ട ചേർക്കുന്നുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 മുട്ട ചേർക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 1 മുട്ട മതിയായിരുന്നു കേട്ടോ. കാരണം മുട്ടപ്പത്തിരി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആദ്യമൊക്കെ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കഴിച്ചു തുടങ്ങിയപ്പോൾ ആൾക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത്. ഈ ഒരു മിക്സിയുടെ ജാറിൽ മാത്രമല്ല കേട്ടോ, ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചും കൂടി പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ മുട്ടപ്പത്തിരി ഉണ്ടാക്കി ഇത്ര ആയിട്ടുണ്ട്. ആദ്യത്തെ 2 ഫ്ലോപ്പായിരുന്നു കേട്ടോ. കാരണം നമ്മൾ റെഗുലറായിട്ട് ഉണ്ടാക്കുന്നതല്ല, അതുമാത്രമല്ല നമ്മൾ ഗ്യാസിൽ വെച്ച് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ചട്ടിയാണെങ്കിൽ അധികം ആയിട്ടില്ല, കുറേ കഴിയുമ്പോഴാണല്ലോ നല്ല മയപ്പെട്ടൊക്കെ വരിക. അപ്പോൾ ആദ്യത്തെ ഒരു 2 ഫ്ലോപ്പായെങ്കിലും പിന്നീട് കുഴപ്പമില്ലാണ്ട് നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയത് ഞാൻ അങ്ങോട്ട് കഴിക്കാനായിട്ടേ കൊടുത്തു. കാരണം ഇത് കുറച്ച് സമയം എടുക്കാവുള്ളൂ, നമ്മൾ തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്ന ജോലിയാണ്. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഉണ്ടാക്കിയത് അവരോട് കഴിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൊടുത്തു കേട്ടോ. അതുമാത്രമല്ല നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാനും പറ്റില്ല. കാരണം വീട്ടിൽ കുറച്ച് പണികൾ നടക്കുന്ന കാരണം ഫ്രീ ആവുന്നതിനനുസരിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ഞാൻ എന്താ 4 എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ചേർത്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആലിമിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ആലിമി ശരിക്കും 1 കഴിക്കാറുള്ളൂ, പക്ഷേ മുട്ടപ്പത്തിരി ആയതുകൊണ്ട് 2 കഴിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഫുഡൊക്കെ ആൾ കണക്കാണ് കഴിക്കുന്നത്. അപ്പോൾ ആഹിലുണ്ട് കേട്ടോ. ഹസ്ബൻഡ് കഴിച്ചതിന് ശേഷം മേളിൽ ജോലിക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ലവ് ബേർഡ്സ് ഇരുന്ന് വെച്ചാൽ ഒരു കേജിൻ്റെ ഒരു ഔട്ടർ കവറാണ് കേട്ടോ. അവിടെയൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം തുരുമ്പെടുത്ത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കുകയാണ്. പിന്നെ നമ്മളുടെ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. മുറ്റം മീൻസ് ഈ നമ്മൾ ഇൻ്റർലോക്ക് കട്ട് വിരിച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഫിക്സഡ് ആയിട്ടൊന്നും അല്ല വെച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്താവശ്യത്തിന് വേണമെങ്കിലും എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. കാരണം നമ്മളതിലേക്ക് ഈ വെള്ളത്തിൻ്റെ വേസ്റ്റ് അങ്ങനെ ഒരുപാട് വേസ്റ്റിൻ്റെ ഒരു ഇത് കൊടുത്തിരിക്കുന്നതുകൊണ്ട്
നമുക്ക് എപ്പോഴും ആവശ്യം വന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ പുല്ലും പിടിക്കുന്നുണ്ട് കേട്ടോ. ഒരു മഴ പെയ്താൽ തന്നെ നല്ല പുല്ലുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നിന്ന് ഞാനും ആഹിലും കൂടിയാണ് കേട്ടോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പുറത്തെ സൈഡ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ, ഇതേപോലെ നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അന്നേരം അത്യാവശ്യം വെയിലുമായി, എങ്ങനെയെങ്കിലും ചെയ്ത് തീർത്താൽ മതി എന്നൊരു കണ്ടീഷനിലാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇതായിപ്പം നമ്മളുടെ അകത്ത് കിടക്കുന്ന കാർപ്പറ്റാണ്, അതൊക്കെ അത്യാവശ്യം എന്താ പറയുക ഡാമേജ് ആയി തുടങ്ങി. അപ്പോൾ അതൊന്ന് പ്രഷർ പമ്പ് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ അതിലഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടുമല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ വെയിലത്തിടാറുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഈ കുട്ടികൾ കളിക്കുന്ന ടൈമിൽ അവന്മാർ വെള്ളമൊക്കെ കൊട്ടുകോട്ടെ അതിൽ, എന്നിട്ട് മിണ്ടൂല, വഴക്ക് പറയുന്നിടത്തും മിണ്ടില്ല. അപ്പോൾ അതങ്ങനെ കിടക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരുമല്ലോ കുറച്ച് നാൾ കഴിയുമ്പം. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി നല്ല വെയിലത്തിട്ട് ഉണക്കിയിട്ട് പിന്നെയും അകത്തേക്ക് ഇടാനാണ്. അപ്പോൾ ദാ വീടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ആകെ മൊത്തം എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ, ഇതിൽ മോശം കണ്ടീഷനായിരുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് നല്ല പണിയിലുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ അത്രങ്ങൾ ഡെയിലി വീഡിയോസൊന്നും എൻ്റെ വരാത്തത്. നമുക്ക് എല്ലാ വീഡിയോസും അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. ചില സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ജോലി തീർത്താൽ മതി എന്നുള്ള രീതിയിലായിരിക്കും ചെയ്യണത്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ അത് ആഹിലിനോട് മുസംബി ജ്യൂസ് അടിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം ആഹിൽ മുസംബി ജ്യൂസ് അടിക്കാനുള്ള പ്ലാനിലാണ്. ഞാൻ അതിനിടക്ക് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുടെ കുറച്ചിരിക്കുന്നുണ്ട്, ഇന്നലത്തെ തന്നെ പരിപ്പ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ മതിയെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ അകത്തിരുന്ന് വെച്ചാൽ കുറച്ച് ടൂൾസിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റി കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആഹിലിനാണെങ്കിൽ നല്ല പണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഓരോ കാര്യങ്ങൾക്ക് വിളിക്കുന്നുണ്ട്. അതാണ് അവൻ ഓടി വന്നത് കേട്ടോ. അപ്പോൾ കേജ് എടുത്ത് ഞാൻ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളിതാ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ കറിയും പരിപ്പ് കറിയും പിന്നെ പുളിങ്കറി ഉണ്ട് കേട്ടോ. പുളിങ്കറി ഉള്ളതുകൊണ്ട് ഒരു ആശ്വാസമാണ്. അപ്പോൾ പുളിങ്കറിയൊക്കെ കൂട്ടി ഞങ്ങൾ ചോറ് കഴിക്കുകയാണ്. ആലും ഞങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ടൈം അങ്ങനെ ഫോണൊന്നും നോക്കാറില്ല. ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവന് ഫോൺ വേണം. പിന്നെ ഇപ്പം ഇത്തിരി കൂടുതലാണ് വെക്കേഷൻ ടൈം ആയതുകൊണ്ട്. അംഗനവാടി പോകുമ്പോൾ ആളങ്ങനെ മറന്നു കേട്ടോ ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ വാശി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വീട് അടിച്ച് തുടക്കാൻ ഇനിയുള്ളൂ കേട്ടോ. അല്ലാണ്ട് അത്യാവശ്യം നമ്മളുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വീടൊന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാണ്. രാത്രിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 7:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടിലെ പൂച്ചയാണ്, ഞാൻ മുന്നത്തെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. പേർഷ്യൻ ക്യാറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇന്നെന്താണെന്നറിയില്ല, ആലിം അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ ആയിരിക്കും. ആലിം ഇതിനങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ. അതുകൊണ്ടിട്ടാണ് ആലിം. പിന്നെ അത് മാത്രമല്ല പകുതി ഉറക്കമായിരുന്നു, ഉച്ചക്ക് ഉറങ്ങാത്ത കാരണം വണ്ടിയിലിരുന്നതിന് അവൻ ഉറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവറിലായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ പോയതിന് ശേഷം കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇടയ്ക്ക് ഞങ്ങളങ്ങനെ പോവാറുണ്ട് വീട്ടിൽ. ഇടയ്ക്കെന്നല്ല മിക്കപ്പോഴും പോവാറുണ്ട്. ചിലപ്പോൾ ഹസ്ബൻഡ് മാത്രമായിട്ട് പോകും, ചിലപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പോവും അങ്ങനെ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ തിരിച്ച് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു കേട്ടോ. സുഡിയോയിലൊക്കെ കയറാനുണ്ടായിരുന്നു ഇടപ്പള്ളിയിൽ. അങ്ങനെ അവിടെ കയറി. പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാച്ച് പള്ളിയിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഫുഡ് തന്നെയാണ് വിളമ്പുന്നത്. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളെപ്പോഴും കുട്ടികൾക്ക് ആദ്യം കൊടുത്തിട്ടാണല്ലോ ഞങ്ങൾ കഴിക്കാറ്. ഇതിപ്പോൾ നേരെ തിരിച്ചാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ ഇവർ ഭയങ്കര കളിയാണ് അകത്തിരുന്നിട്ട് TV ഒക്കെ കണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്നാൽ പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് റിലാക്സ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ നാത്തൂനാണ് കേട്ടോ കൊടുക്കുന്നത്. 3 പേർക്കുള്ളത് അവൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർ കളിയുടെ ഇടയ്ക്ക് അങ്ങനെ കഴിച്ചോളൂല്ലോ. ഇത് ഇവള് കഴിക്കാൻ ഇത്തിരി മടിച്ചാണ് കേട്ടോ. വാ പെട്ടെന്നൊന്നും തുറക്കുകയുമില്ല. കഴിച്ചാൽ തന്നെ വായിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതേസമയം ഇളയത് കുഴപ്പമില്ല. ആലിമും അതേപോലെ തന്നെയാണ്. വായ തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കഴിച്ചോളും. നമ്മൾ സ്പീഡിൽ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി. എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആലിമിന് കൊടുക്കുമ്പോൾ ഞാൻ വേഗം കൊടുക്കട്ടെ. ഒട്ടും തന്നെ ടൈം കളയില്ല. കാരണം അത്രേ പോവുള്ളൂ. പിന്നെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല. ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്ത് ഭയങ്കര സ്ലോലിയാണ് ആൾ കഴിക്കുന്നത്. പിന്നെ മൂത്ത പിള്ളേർ പൊതുവെ ഇത്തിരി പുന്നാരമൊക്കെ കൂടുതലായിരിക്കുമല്ലോ, അതൊക്കെ അവൾക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവളെ ഈ വർഷം LKG ആക്കിയിട്ടുണ്ട്. ആലിമിനെ ആക്കിയിട്ടില്ല. ആലിമിനെ അടുത്ത വർഷമാണ് LKG ആക്കുന്നത്. ആദ്യം ഓർത്ത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം ഇയർ ഓഫ് ബർത്ത് നോക്കുമ്പോൾ രണ്ടുപേരും ഒരേ വർഷമാണ്. പക്ഷെ മാസങ്ങൾക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. അവളേക്കാൾ ഒരു 5 മാസത്തെ ഇളയതാണ് ആലിമ്.
അപ്പം അങ്ങനെ കുറച്ച് നേരം കുട്ടികളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക്